ഹലോ. അപ്പം ഇന്നൊരു ഓണം സ്പെഷ്യൽ ഗെറ്റ് റെഡി വിത്ത് മീ ആയാലും. അപ്പോൾ ഇന്ന് ഞാൻ ഓണത്തിൻ്റെ അന്നെടുത്തൊരു വീഡിയോ ആട്ടോ. പിന്നെ എഡിറ്റ് ചെയ്യാൻ മടിയായതുകൊണ്ട് ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യണമെന്ന് മാത്രം. ഫസ്റ്റ് തന്നെ മോയ്സ്ചറൈസേഷൻ ക്രീം അപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് സൺക്രീം അപ്ലൈ ചെയ്തു. അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ചുരുണ്ട് കാട് പിടിച്ച പോലത്തെ മുടി ഞാൻ ഒന്ന് സെറ്റാക്കി ഒതുക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ആക്ച്വലി അത്രയും വലിയ ഒക്കേഷൻസ് വരുമ്പോൾ മാത്രമാണ് ഇത്രയും വലിയ മേക്കപ്പ് ഇടാറുള്ളൂ. എന്തായാലും ഓണിൽ കുറച്ച് ഗ്ലാമറിലൊക്കെ പോകാം എന്ന് വിചാരിച്ചിട്ടാണ്. ഒരു ടൈമിൽ ഞാൻ ഭയങ്കരമായിട്ട് മെലിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ ഉള്ള കോൺഫിഡൻസ് വരെ പോയി. കാരണം മുഖക്കുട്ടി അതൊരു വിരൂപിച്ച് രൂപമായതുകൊണ്ട് എനിക്കത് തീരെ സംതൃപ്തി ഉണ്ടായിരുന്നില്ല. പ്രൈമർ എനിക്ക് തോന്നുന്നത് ഡേറ്റൊക്കെ കഴിഞ്ഞു തോന്നുന്നു. നല്ല വിജൃംഭിച്ച മണമൊക്കെ വരുന്നുണ്ടായിരുന്നു. എന്തായാലും കുഴപ്പമില്ല, മുഖത്തിട്ട് പോയി. അപ്പോഴേക്കും ഒരാളുടെ വക ഉമ്മയൊക്കെ. കാരണം ഞാൻ വീട്ടിൽ നിൽക്കുമ്പോൾ കൂതറ വേഷത്തിലാണ് ഇവരെന്നെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഒന്ന് ഒരുങ്ങനെ കണ്ടപ്പോൾ അതിൻ്റെ സന്തോഷം തോന്നുന്നുണ്ട്. എനിവേ നമ്മൾ പ്രൈമറൊക്കെ ഇട്ട് സെറ്റായി കഴിഞ്ഞു. അത് കഴിയുമ്പോൾ എന്നിട്ട് അപ്ലൈ ചെയ്യുന്നത് NYBയുടെ ഫൗണ്ടേഷൻ ക്രീമായിട്ട് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ വീഡിയോസ് കുറേ ഇങ്ങനെ വൈറലായി ഉണ്ടായിരുന്നു. ഒരു കുറിക്കാരിയാണോ ചൈനക്കാരിയാണോ ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ഓരോ പോയിൻ്റുകളിൽ മാത്രം മേക്കപ്പ് ചെയ്തിടണം. അത് കണ്ടതിന് ശേഷം ഞാൻ പിന്തുടർന്ന ഒരു സംഭവമാണ് അങ്ങനെ മാത്രം ഇതാക്കല്. അങ്ങനത്തെ കഴുത്തിൽ ഫുള്ളും അപ്ലൈ ചെയ്തു. അതിനുശേഷം ഞാൻ എൻ്റെ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്ക് എടുത്തിട്ടാണ് പിന്നെ അടുത്ത പരിപാടി. കാരണം ഒരു ബ്ലഷ് പോലെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ഇങ്ങനെ ഇരിക്കും. കാരണം അധികം യൂസ് ചെയ്യുന്നില്ല. അധികം യൂസ് ചെയ്താൽ ഭയങ്കര റെഡായി, കാരണം ഭയങ്കര കളറാണ്. അപ്പം ഞാനത് കുറച്ച് മാത്രം യൂസ് ചെയ്ത് മുഖം ഫുള്ളും ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചരപര ബ്ലെൻഡ് ചെയ്തിട്ട് ഞാൻ ലാസ്റ്റ് പൗഡറാണ്, വൈറ്റ് ടോണിൻ്റെ പൗഡറാണ്. എന്താണെന്നറിയില്ല, വൈറ്റ് ടോണിൻ്റെ പൗഡർ ഇറങ്ങി പിന്നെ ഞാൻ ആ പൗഡർ വിട്ട് കളിച്ചിട്ടില്ല. കാരണം വേറെ തന്നെ കോമ്പാക്റ്റ് പൗഡർ വാങ്ങിച്ചു. പക്ഷെ അതെന്തിട്ടാലും എൻ്റെ മനസ്സിനൊരു സംതൃപ്തി എനിക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ വൈറ്റ് ടോൺ പൗഡർ വിട്ട് കളിക്കാറേ ഇല്ല. നമ്മുടെ NYBയുടെ തന്നെ ഫസ്റ്റ് എന്തോ ഒരു ക്രീം, പേരൊക്കെ ഞാൻ മറന്നുപോയി. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഉപയോഗിച്ചിട്ട് കുറേ ദിവസങ്ങളായി. ഞാൻ വിചാരിച്ചു ഇതൊക്കെ കട്ട പിടിച്ച് പോയിണ്ടാവുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും കട്ട പിടിച്ചിട്ടില്ല. പിന്നെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അങ്ങനെ അതൊക്കെ തേച്ച് മുഖത്തിന് സെറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തതാണ് ഐബ്രോ പെൻസിൽ ചെയ്താന്ന് വിചാരിച്ചു. ഗതികേടും എല്ലാ പെൻസിലും മോനോടിങ്ങി ഒരുമാതിരി. ലാസ്റ്റ് ഒരു കുഞ്ഞ് പെൻസിൽ എടുത്ത് ചെത്തി ഞാൻ ഐബ്രോ അങ്ങോട്ട് സെറ്റാക്കി. പിന്നെ എനിക്ക് ഫോൺ നോക്കി ചെയ്യാറില്ല, അതാണ് ഞാൻ മിറർ നോക്കി ചെയ്യണത് കേട്ടോ. അങ്ങനെ നമ്മൾ അത് സെറ്റാക്കി. അതിനുശേഷം എന്താണ് ഇടുന്നത്, ഇതൊക്കെ ഏത് കൊല്ലം വാങ്ങിച്ചു വെച്ചതാണല്ലോ. എന്താ എൻ്റെ ഉറക്കമൊന്നും റെഡി ആവാത്ത കാരണം കണ്ണിൻ്റെ അടി ഫുൾ ബ്ലാക്ക് കളർ കയറിക്കണ കാരണം അത് വെച്ചിട്ട് ഞാൻ അത് യൂസ് ചെയ്യാറില്ല മെയിനായിട്ട്. കാരണം അത് യൂസ് ചെയ്യുമ്പോൾ എന്താണെന്നറിയില്ല, മുഖത്ത് ഭയങ്കരമായിട്ട് അത് മാത്രം ഇങ്ങനെ എടുത്ത് കാണിക്കും. പിന്നെ എൻ്റെ ജാമ്പുവാൻ്റെ കാലത്ത് ലിപ്സ്റ്റിക്കാണ് ഞാൻ യൂസ് ചെയ്യണത്. ഇതുവരെ എനിക്ക് വലിയ അലർജി ഒന്നും ഉണ്ടായിട്ടില്ല. എനിക്കെന്ന് തോന്നുന്നത് 10 കൊല്ലമായി ഉണ്ടാവും. അങ്ങനെ നമ്മളിത് കണ്ണിൻ്റെ മുകളിലും ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെ, നേരത്തെ എടുത്ത സൺക്രീമാണ് ഞാൻ യൂസ് ചെയ്യാറ് പുറത്തേക്ക് പോകുമ്പോൾ. അതായത് ജോൺസ് എന്തോ കൊറിയൻ സ്കിന്നിൻ്റെ ഒരു സൺക്രീമായിരുന്നു അത്. അപ്പോൾ എന്തായാലും ഞാൻ വേറെ ഇട്ട കാരണം ഞാൻ പിന്നെ അത് ഇടുന്നില്ല. പിന്നെ അതേ കണ്ണൊന്നിങ്ങനെ എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ണും എഴുതി സെറ്റായി. ഈ കണ്ണ് അടിയിൽ ഇങ്ങനെ എഴുതിയാലും പരക്കും. അതുകൊണ്ട് ഞാൻ അതിൻ്റെ അടിയിൽ ഐലൈനർ മുകളിൽ ഇത് ഞാൻ വെറുതെ കാണിക്കണം കേട്ടോ. ഞാൻ കണ്ണാടിയിൽ നോക്കിയിട്ടാണ് പിന്നെ കണ്ണൊക്കെ എഴുതിയതും. പിന്നെ അത് ഞാൻ മസ്കാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കയ്യിലുള്ള ഇരിക്കണതൊക്കെ 2-3 വർഷം. എന്തായാലും NYBയുടെ പ്രൊഡക്റ്റൊക്കെ നല്ലതാട്ടോ. ഒന്നും കട്ട പിടിക്കുന്നില്ല ഇത്ര വർഷം. എൻ്റെ ഇടയിൽ പായസം കൊടുന്നിട്ടുണ്ട് എൻ്റെ ഉണ്ണി. എന്തായാലും അമ്മ കഷ്ടപ്പെട്ട് മേക്കപ്പ് ചെയ്യല്ലേ, നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. ഇടയ്ക്ക് ആൾ എനിക്ക് പായസമൊക്കെ കൊടുന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു ഈ ലിപ്സ്റ്റിക് ഇട്ടാലും ഞാൻ അതിന് ശേഷം ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് കൂടി അപ്ലൈ ചെയ്യാറുണ്ട്. എൻ്റെ ഇടലിൻ്റെ ഒരു ഇതുകൊണ്ടായിരിക്കാം വേഗം തന്നെ പോകും എൻ്റെ ചുണ്ടിൽ നിന്ന്. കാരണം ഞാൻ ലിപ്സ്റ്റിക്ക് അങ്ങനെ യൂസ് ചെയ്യില്ല. അധികം ഇട്ടാൽ തന്നെ എൻ്റെ കിട്ടും അയ്യോ അത് കൂടിപ്പോയല്ല. അപ്പം ഞാൻ ഇട്ടാലും മാച്ച് കളയാറാണ് പതിവും. ഇത് ഞാൻ സ്വയം ഉണ്ടാക്കിയ ഒരു ഇൻവിസിബിൾ ചെയിനാണ്. അതായത് ഇപ്പോൾ അതൊക്കെ പഠിച്ച കാരണം എൻ്റെ ഡ്രസ്സിന് വെച്ച് ഞാൻ തന്നെ ഉണ്ടാക്കും. സംഭവം ഞാൻ ക്രോഷറ്റിൻ്റെ ഓൺലൈൻ ബിസിനസ് ആണെന്നുണ്ടെങ്കിലും ഈ ഓണ സീസണിൽ ഞാൻ ഇതും ഇറക്കിയിട്ടുണ്ടായിരുന്നു. കമ്മലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ഇഷ്ടമായില്ല. അപ്പം ഞാൻ എന്തായാലും കമ്മലും കൂടിയും വേറെ ഞാൻ ഇങ്ങനെ വെച്ച് കൊടുത്തു നോക്കി. ഈ ചുമക്ക ഇടുന്നോ അതോ വേറെ ഇടുന്നോ, പക്ഷേ എനിക്ക് ഇതിനേക്കാളും ഇത് കുറച്ച് ഹെവി ആയിരുന്നു. ഇതൊക്കെ മീഷോയാണ് കേട്ടോ. അപ്പോൾ ഇതിനേക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടമായത് ഈ ഒരു ഇയറിംഗ് ആയിരുന്നു. മുഖത്തിന് കൂടുതലൊന്നും കൂടി ഒരു ഭംഗി തോന്നിച്ചത്. അപ്പോൾ ഞാൻ എന്തായാലും ഇങ്ങനെയൊക്കെ വെച്ച് കൊടുത്തിട്ടും എനിക്ക് ആ കമ്മൽ ഊരി ഞാൻ ഈ കമ്മൽ തന്നെ ഇടാമെന്ന് വിചാരിച്ചു. ഡ്രസ്സിൻ്റെ കാര്യം പറയാമെന്നുണ്ടെങ്കിൽ മീഷോയാണ്. അതായത് മെറ്റീരിയൽ നമ്മൾ മീഷോ. പിന്നെ ഡ്രസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളത് മീഷോ എന്നാണ് ആ മെറ്റീരിയൽ വാങ്ങിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു 300 രൂപയ്ക്ക് 5 മീറ്റർ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ലൈനിങ് ഓൾറെഡി നമ്മൾ സെപ്പറേറ്റ് വാങ്ങിച്ചിട്ട് തയ്പ്പിക്കാട്ടോ ചെയ്തത്. എന്തായാലും കടയിൽ പോയി വാങ്ങിക്കണേറ്റവും നല്ലൊരു എഫോർഡബിൾ റേറ്റിൽ എനിക്ക് കിട്ടി. തുണി എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ആദ്യം വന്നത് വേറെ കളറായിരുന്നു. ഞാൻ എന്നിട്ട് വീണ്ടും റിട്ടേൺ അയച്ചിട്ടാണ് ഈ കളറിലേക്ക് തന്നെ വീണ്ടും എടുത്തതും. പൊട്ട് അതും ക്ഷാമമാണ്. ഒരെണ്ണ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. എന്തായാലും അത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. അപ്പം നമ്മുടെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട്? എനിക്ക് എന്നോട് തന്നെ അസൂയ തോന്നുന്നില്ല.
അപ്പോൾ എന്തായാലും ഉള്ളൊരു വാച്ചും വെച്ച് നമ്മുടെ ഔട്ട്ഫിറ്റ് കംപ്ലീറ്റ് ആക്കി. ഇതേ ഷാളും ഞാൻ അതിൽ തന്നെ എടുത്തു. ബാക്കിൽ ഇതുപോലത്തെ കുഞ്ചലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ. പിന്നെ കുറച്ച് ഓണം ബേസ്ഡ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ എൻ്റെ വീട്ടിൽ പോയി. ഇപ്പോഴും ഞാനെൻ്റെ വീട്ടിലാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടം ലൈക്ക് ഷെയർ ചെയ്യാം. ടാറ്റാ.